ഇന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു കാര്യം എന്താണ്? അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ് ആയിട്ട് വരുന്ന സംഗതി എന്താണ് എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം. പേജ് ഓഫ് സോഡ്സ്, ജസ്റ്റിസ്, 5 ഓഫ് കപ്സ്. ഇവിടെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റാണ് അവരുടെ തടസ്സമായിട്ട് നിൽക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് പല കാര്യത്തിന് മുൻപാണെന്നുണ്ടെങ്കിലും ഉള്ളിലുണ്ടാവുന്ന ആ ഒരു ആങ്സൈറ്റി, ഫിയർ ഇതെല്ലാം അവരെ പിന്നിലേക്ക് വലിക്കുന്നു. അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ഒരു എനർജിയിലേക്ക് വരാൻ കഴിയാതെയാക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഫോക്കസ് വിട്ടു പോകുന്നതായിട്ട് തോന്നിയിട്ടുണ്ടാവാം. മാത്രമല്ല ചില കാര്യങ്ങളിലെങ്കിലും നിങ്ങൾ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിലെ പാസ്റ്റ് എക്സ്പീരിയൻസസ് അവരെ പുറകിലേക്ക് വലിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്ക് പുറത്ത് വരാനായിട്ട് കഴിയുന്നില്ല. ആ ഒരു നഷ്ടബോധം, സങ്കടം, ആ ഒരു ഇമോഷണൽ ബ്ലോക്കേജിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്നില്ല. അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളിൽ അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അവരിപ്പോഴും ആ ഒരു പാസ്റ്റിൽ ഫോക്കസ് ചെയ്യുന്നതാണ് അവരുടെ ലൈഫിൽ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇനി അതുപോലെ ചിലർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പുരോഗതി ഇഷ്ടപ്പെടാത്ത മറ്റാരുടെയെങ്കിലും ഒരു സാന്നിധ്യം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഈവിളായി നിങ്ങളുടെ സക്സസ്സിനെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലെ തടസ്സങ്ങൾ ഒഴിഞ്ഞു പോകാനായി ഏഞ്ചൽ നമ്പർ 58 ടൈപ്പ് ചെയ്യുക, യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.